പാമ്പാടി ചോലയുടെ ഭാഗമായിട്ടുള്ള മട്ടോട എന്നുള്ളൊരു സോ ഇപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഈ മഴയായത് നല്ല കോടയും നല്ല തണുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇപ്പോൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു പോയിസണസ് ആയ സാധനമാണ്. അതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അലർജിക്ക് ഉണ്ടാകും, കാതോടത്തുണ്ടാകും. വളരെ റെയർ കേസിൽ ആളുകൾക്ക് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കരുത്. ആനച്ചൊറിയണമെന്ന് പറഞ്ഞ സാധനമാണ് പറഞ്ഞേട്ടോ. അപ്പോൾ അതായത് സയാദിയ ജൈജാൻറ്റ് നിങ്ങൾ കണ്ടു. അതേപോലെ തന്നെ ഒരു സാധനം ഇവിടെ നിൽപ്പുണ്ട്. കരിക്കുറിഞ്ഞിയുടെ വേറൊരു വെറൈറ്റി. നിൽക്കണ കരിക്കുറിഞ്ഞിയുടെ വേറൊരു വെറൈറ്റി, ഇതും കുറിഞ്ഞിയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഷോലയുടെ പാച്ചസി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ബസ്സിന് കയറിഞ്ഞ് പോകുന്ന വഴിക്ക് ഈ പറയുന്ന സാധനങ്ങളെല്ലാം റോഡ് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു സ്ട്രീമാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കിയേ, ഈ ഒരു വാലി റീജിയനിൽ നിന്നും ആ വാലി റീജിയനിൽ നിന്നും വരുന്ന വെള്ളം മുഴുവൻ ഒഴുകി ഇങ്ങനെ താഴേക്ക് പോകുന്നു. അതാണ് നമ്മുടെ താഴെ കാണുന്ന ആ വയലിനെ സമ്പന്നമാക്കുന്നത്. അവിടെയായിട്ട് കുറച്ച് ബോണറ്റ് മക്കാക്കുണ്ട്. മുഴുവൻ നടക്കണ്ടോ ബോണറ്റ് മക്കാക്ക് പോകുന്നുണ്ട്. ആ കുറച്ച് പ്രൈവറ്റ് പോലെ കാണുന്നു പറഞ്ഞു മേലിലെല്ലാം ഉണ്ട്. അത് അവിടെ സാധാരണ കുറഞ്ഞല്ലോ. വേഗം വന്നേ, ഇത്ര ക്യാപ്പിട്ട് വരല്ലേ സാറേ, വേഗം കൊണ്ടോ. ഹിമാലയത്തിൽ ഈ ചെടിയാണ്, ചെറിയ ചെടിയാണ്. ഇത് ഫ്ലവർ ഇല്ല, ഇപ്പോൾ ഫ്ലവറിങ് സീസൺ അല്ല. ഇത് റെഡ് ഫ്ലവറാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഫ്ലവർ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് വെറൈറ്റിയാണ് ഇവർ കിട്ടുന്നത്. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ട് വൈറ്റുമാണ്. അപ്പോൾ ഇത് ഹിമാലയത്തിലും ഈ സദേൺ നീലഗിരീസിൽ മാത്രമേ ഈ സാധനമുള്ളൂ. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്ന ഷോലയുടെ ഒരു ടിപ്പിക്കൽ ഇൻഡിക്കേറ്ററാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം. നിങ്ങളിവിടെ നോക്കിക്കുക, ഈ മരത്തെ കൂടെ എല്ലാം ഈ പറയുന്ന പലതരത്തിലുള്ള പേൺസ് ഉണ്ട്. ഈ കുറേ പിഗ്മി പേൺസ് പോലുള്ള കുറേ സാധനങ്ങൾ തൂങ്ങി കിടപ്പുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും ഇത്തരത്തിലുള്ള മരങ്ങളായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മഴയ്ക്ക് മുമ്പ് ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല പല നിറത്തിലുള്ള ഇലകളായിരിക്കും. നിങ്ങൾ നോക്കിയറിയാം. ഈ നിൽക്കുന്ന ഭദ്രാക്ഷം എന്ന് പറഞ്ഞ മരമാണ് ഈ നിൽക്കുന്നത്. ഈ ചുമന്ന ഇലയുള്ള സാധനം ഭദ്രാക്ഷം എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഇഷ്ടംപോലെ പേൺസ് കൂടെ ഉണ്ട്. നമുക്ക് അണ്ടർ സ്റ്റോറീസ് നോക്കാം. പേൺസ് ആണ് കാർബോണിഫറസ് പീരിയഡിൽ ഉണ്ടായിരുന്ന ഡോമിനന്റ് വെജിറ്റേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് യൂറാസിക് പീരിയഡിൽ ഉണ്ടായിരുന്ന ഡോമിനേറ്റ് ചെയ്യുന്ന വെജിറ്റേഷനാണ്. അതിൻ്റെ റിമിനൻസ് ആണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് റോഡൊക്കെ കട്ടുന്നതിന് വേണ്ടിയിട്ട് മുറിച്ചിട്ടൊക്കെ സമയത്ത് ഈ പേൺസ് ഇഷ്ടം പോലെ കാണപ്പെടാറുണ്ട്. ആദ്യം വരുന്ന മിക്കവാറും പേൺസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഈ പഴയ കാലത്തെ സാധനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഈ ഷോല ഫോറസ്റ്റിനകത്തുണ്ട്. എന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് ഇയേഴ്സിനകത്തുള്ള ജീവജാലങ്ങൾ ഇതിനകത്തുണ്ട് എന്നില്ലാത്ത വൈറസും ബാക്ടീരിയകളും ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഈ റിസർവോയേഴ്സ് ഓഫ് വൈറസസ് എന്നാണ് പറയുന്നത്. ഈ ഒരു കാലാവസ്ഥാന വ്യതിയാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കാട്ടിലുള്ള വൈറസും ബാക്ടീരിയൊക്കെ പുറത്തേക്ക് കഴിഞ്ഞാൽ മനുഷ്യന് വേറെ തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായില്ല. നിങ്ങൾ പെർമാഫ്രോസ്റ്റിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കഥയല്ല, കാര്യം റിപ്പോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പെർമാഫ്രോസ്റ്റിൻ്റെ അടിയിൽ ഒരുപാട് ഈ
ജീവജാലങ്ങൾ പല തരത്തിലുള്ള അസുഖം വന്നൊക്കെ മരിച്ചതിൻ്റെയൊക്കെ വൈറസുകളുണ്ട് നമ്മുടെ ഇവിടെ. അത് പുതിയ പുതിയ അസുഖങ്ങൾ മനുഷ്യരിലേക്ക് വരും എന്ന് പറയുന്ന പോലെ ഈ കാടിനകത്ത് ഈ മണ്ണിനകത്ത് ഈ പറയുന്ന ഇവിടെ നിങ്ങൾ ഇനി ഫോറസ്റ്റ് ഫ്ലോർ എന്ന് നോക്കാം. തറയിൽ നോക്കി ഇലയെല്ലാം വീണ് ചീഞ്ഞ് കളിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു ഹ്യൂമൻ ഇത് നമ്മുടെ ഇറക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ പേൺസിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. ഇത് കുറച്ചേറെ പേൺസ് നമ്മുടെ ചിലത് നമ്മളോട് കണ്ടുപിടിക്കും. പക്ഷേ ഈ ചില പേൺസ് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. അതെന്താ നമുക്ക് വരുമ്പോൾ നോക്കാം. സയാത്തി നമുക്ക് കാണിക്കാം. അവിടെ ചെല്ലുമ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് റോഡിന്റെ സൈഡിലാണ്. അതൊക്കെ നമ്മൾ വിട്ടുവന്നു. ഇവിടെ വാക്കിംഗ് ഉള്ള രീതിയിൽ ഒന്ന് അത് രണ്ട് മാത്രമേ നമ്മൾ കാണുള്ളൂ. അവിടെ ആ വെള്ളച്ചാല് വരുന്നുണ്ട് അവിടെ താഴെയാണ്.
ഏഹ്